എല്ലാവരും വന്നേ, നമുക്കിന്നൊന്ന് തെയ്യത്തിന് പോയിട്ട് അടുത്ത വിശേഷങ്ങളെല്ലാം നോക്കിയാലോ. ഇത് എൻ്റെ നാട്ടിൽ കെട്ടിയാടുന്ന കുറത്തി തെയ്യത്തിൻ്റെ വെള്ളാട്ടം അഥവാ തോറ്റം ആണേ. സന്ധ്യക്കാണ് തോറ്റം പുറപ്പാട്. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നിട്ടില്ല. ഒരു 9 മണിയാകുമ്പോൾ ഞാനും അമ്മയും കുഞ്ഞാവിയും കൂടിയാണ് തെയ്യത്തിന് പോയത്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കാണാത്തവരെല്ലാം ഉണ്ടാവുമല്ലോ, തെയ്യത്തിൻ്റെ തോറ്റവും കാര്യങ്ങളെല്ലാം കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായത്. ഇതെന്ന് വെച്ചാൽ കുറത്തി തെയ്യത്തിൻ്റെ തോറ്റാണ്. അതായത് കുറത്തി, നമ്മളെ നാട്ടിൽ കുറത്തിയമ്മ എന്ന് പറയും. കുറത്തിയമ്മ തെയ്യത്തിൻ്റെ ഐതിഹ്യം അത് വാചാലായിട്ട് പാടി തീർക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. പിറ്റേന്ന് ഈ ഒരു തെയ്യം ഒറിജിനൽ തെയ്യക്കോലമായിട്ട് തന്നെ വരും. അപ്പോൾ തലേന്ന് രാത്രി വെള്ളാട്ടം, അതായത് ഇതിൻ്റെ ഐതിഹ്യങ്ങളെല്ലാം പറഞ്ഞ് ചൊല്ലി തീർക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇങ്ങനെ വെള്ളാട്ടം അഥവാ തോറ്റം കെട്ടിയാടുന്നതിലൂടെ ചെയ്യുന്നതെന്നാണ് എനിക്കുള്ളൊരു അറിവ്. അത് എത്രത്തോളം ശരിയാണെന്നില്ലെന്നൊന്നും എനിക്കറിയുകയും ചെയ്യില്ല കേട്ടോ. അങ്ങനെ തോറ്റെല്ലാം തുടങ്ങി. ആൾക്കാരുണ്ടായിനെ, കുറച്ച് തിരക്കന്നെ ഉണ്ടായിന്. കാരണം തെയ്യൽ ഇപ്പോൾ കുറവായതുകൊണ്ട് തെയ്യം പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും കാണാനും ബുദ്ധിമുട്ടെല്ലാം ആയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിന്. കൂടുതലും ഈ ഒരു സന്ധ്യക്ക് എന്ന് വെച്ചാൽ അടുത്തുള്ളവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ദൂരം നാട്ടിലുള്ളവർക്കെല്ലാം വന്നിട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അടുത്തുള്ള ആൾക്കാരും പിന്നെ തറവാട്ടിൽ കൂടുന്നവരും മാത്രമേ ഇപ്പം ഇടിയില്ലുവേ. അങ്ങനെ തോറ്റെല്ലാം തുടങ്ങി. ഉഷാറായിട്ട് തോറ്റെല്ലാം കളിക്കുന്നുണ്ട്. ഇത് കുറത്തിയമ്മ എന്ന് പറയുന്ന ഒരു തെയ്യത്തിൻ്റെ വെള്ളാട്ടം അഥവാ തോറ്റാണ്. ഈ തെയ്യം നെല്ല് കുത്തിയിട്ട് അരിയാക്കിയിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കും. അതായത് പണ്ടത്തെ ഒരു കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെയ്യമാണ് കുറത്തിയമ്മ. അപ്പം അതായത് കുറത്തിയമ്മയുടെ ഒരു തോറ്റാണ്. അപ്പോൾ കുറത്തിയമ്മയുടെ തോറ്റായതുകൊണ്ട് തന്നെ നെല്ല് കുത്തിപ്പാറ്റി അരിയാക്കുന്ന കാര്യങ്ങളെല്ലാം കാണിക്കും. പിന്നെ കത്തിയും അതെല്ലാം എടുത്തിട്ട് മൂരാൻ പോയിട്ട് മൂർന്ന് കറ്റ കൊണ്ടുവരുന്നതും അതെല്ലാം ഈ ഒരു തെയ്യം നമുക്ക് കാണിച്ചു തരുവേ. അതെല്ലാം കാണാനാണ് ഞാൻ വന്നിട്ടുണ്ടായത്. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു കുറത്തിയമ്മ എന്ന് പറയുന്ന തെയ്യത്തിന് കാണാനും തെയ്യത്തിൻ്റെ തോറ്റം കണ്ട് ഇരിക്കാനെല്ലാം. പോയകാലത്തെ കാർഷിക സംസ്കൃതിൻ്റെ പാരമ്പര്യവും ഐതിഹ്യവും എല്ലാം വിളിച്ചോതുന്നതാണ് കുറത്തിയമ്മ തെയ്യത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് മോഷണവും കൊള്ളയടിക്കലെല്ലാം ഉണ്ടായ ഒരു കാലത്ത് ഈ കാർഷിക വിഭവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാർ, അതായത് ആ കാലത്തെ ആൾക്കാർ ആരാധിച്ച് വന്നിട്ടുള്ള ഒരു മൂർത്തിയാണ് കുറത്തി എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. കാരണം കുറത്തിയമ്മ കാർഷിക സംസ്കൃതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളൊരു തെയ്യമാണ്. കാർഷിക വിളകളെ സംരക്ഷിക്കാനും ആരും കട്ടുകൊണ്ട് പോകാണ്ടിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് വാഴുന്ന ഒരു തെയ്യമായിട്ടെല്ലാം അന്നത്തെ കാലത്ത് ആരാധിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ആ കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ കുറവായിരുന്നു. അപ്പോൾ ഇതാണ് കുറത്തിയമ്മ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.